ശരിക്കും ആദ്യമായിട്ടാണ് ഞാൻ കുതിരപ്പുറത്ത് കയറുന്നത് അന്ന്. അപ്പൊ തിരിച്ചിറങ്ങുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ സ്ത്രീയെ കൂട്ടി ഈ നാത്തൂൻ എന്റെ അടുത്തേക്ക് പോവുകയാണ്, വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഞങ്ങള് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു എന്ന് പറയാം. ആരെ ഞാൻ അയക്കും, ആരാണ് നമുക്ക് വേണ്ടി പോകുക എന്ന ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത മിഷണറിയാണ് SABS സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ ഗ്ലോറി തുടിയൻ പറമ്പിൽ. ദിവ്യകാരുണ്യ ആരാധന സമൂഹം മാനന്തവാടി പ്രൊവിൻസിലെ അംഗമായ സിസ്റ്റർ വർഷങ്ങളായി ഇക്വഡോറിലാണ് സേവനം ചെയ്യുന്നത്. ഇക്വഡോറിൽ ക്രിസ്തു സാക്ഷ്യമായി ജീവിക്കുന്നതിനെ പറ്റി സിസ്റ്റർ മനസ്സ് തുറക്കുന്നു. ഞാൻ സിസ്റ്റർ ഗ്ലോറി തുടിയമ്പറമ്പിൽ എന്നാണ് വീട്ടുപേര്. നമ്മുടെ ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹം മാനന്തവാടി പ്രൊവിൻസ് അംഗമാണ്. വയനാട് ജില്ലയിലെ പൈമ്പള്ളി എന്ന പ്രദേശത്താണ് എൻ്റെ വീട്. ഞാന് ഇപ്പോൾ ഇക്വഡോർ എന്ന രാജ്യത്താണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ചെറുപ്പകാലത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു മിഷൻ ഏരിയയില്, പ്രത്യേകിച്ച് ഈശോയെ അറിയാത്ത സ്ഥലത്ത് പോയിട്ട് സേവനം ചെയ്യാനുള്ള ഞാൻ ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ എന്ത് ആഗ്രഹങ്ങളും നമുക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അറിഞ്ഞ് നമുക്ക് വേണ്ടി നിറവേറ്റി തരുന്ന ദൈവം തന്നെ എനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു പ്ലാനായി, പദ്ധതിയായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 3 സിസ്റ്റേഴ്സാണ്. ആലുവയിൽ ഞങ്ങളുടെ ജനറേറ്റിംഗ് ഹൗസിൽ നിന്ന് ഞങ്ങൾ കുറച്ച് നാൾ ഞങ്ങൾക്ക് സ്പാനിഷ് ഭാഷ ഞങ്ങളെ പഠിപ്പിച്ചു, അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കി. അങ്ങനെ ഞങ്ങൾ 3 പേര് ഇക്വഡോറിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഇടവക എന്ന് പറയുന്നത് പിച്ചിഞ്ച എന്ന സ്ഥലമാണ്. അവിടെ ഞങ്ങളുടെ പള്ളി എന്ന് പറയുന്ന ആ പള്ളിയുടെ സെൻട്രൽ പള്ളിയുടെ കീഴിൽ 37 സ്റ്റേഷൻ പള്ളികള് ഞങ്ങൾക്ക് അവിടെ ശരിക്കും ചില ദിവസങ്ങളിൽ 7-8 കുർബാനകൾ വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും എപ്പോഴും അച്ഛന്മാരുടെ കൂടെ നമ്മൾ സഹായിക്കാറുണ്ട്, അച്ഛന്മാരുടെ കൂടെ പോകാറുണ്ട്. അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ആശ്ചര്യപ്പെട്ടിട്ടുള്ളത് 30 മാമോദീസ വരെ ഞാൻ കൂടിയ സമയമുണ്ട് ഒരു ദിവസത്തില്, രാവിലെ മുതൽ ഉച്ചവരെ ഏകദേശം. പക്ഷെ അവിടെ മാമോദീസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ ജനത്തെ ശരിക്കും അവരുടെ പേരൻസിനെ, മാമോദീസ സ്വീകരിക്കുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ അഡൽട്ട് ആയിട്ടുള്ള ആളുടെ അപ്പനെയും അമ്മയും തലവട്ടമ്മ ഇവർ വന്ന് 2 മണിക്കൂർ ക്ലാസ് കൂടണം. അതിനുശേഷമാണ് അവർക്ക് മാമോദീസ കൊടുക്കുക. 3ാമത്തെ വർഷമായപ്പോൾ സ്പാനിഷ് ഭാഷയിൽ ഞാനും അവരുടെ മുമ്പിൽ നിന്ന് ക്ലാസ് എടുക്കുവാന് ഒരു 23 പേര് മാമോദീസ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തില് അത് ഇടയായി. അതൊക്കെ ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് ഓർക്കുക, ആത്മാഭിമാനത്തോടെയാണ് ഓർക്കുക. ഈ സ്റ്റേഷൻ പള്ളികൾ, 37 സ്റ്റേഷൻ പള്ളികളിൽ ഒരു ചില കമ്മ്യൂണിറ്റികൾ വളരെ ഉൾഗ്രാമങ്ങളിലേക്കുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടി ശരിക്കും പള്ളിയുടെ വണ്ടി, കാറ് അങ്ങോട്ട് എത്തില്ലാത്തത് കൊണ്ട് നമ്മൾ ചില സ്ഥലത്ത് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും അത് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള, ഇവിടെ ഒരു പക്ഷെ നമുക്ക് കാണാൻ നമ്മുടെ കയറും സവാരിയൊക്കെ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ ഇത് സഞ്ചാര മാർഗമായിട്ട് കുതിരയെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഇവിടെ കുതിരപ്പുറത്ത് കയറിയിട്ടില്ലാത്ത ഞാൻ ആദ്യമായിട്ട് ശരിക്കും കുതിരപ്പുറത്ത് കയറിയ ഒരു അനുഭവം എന്ന് പറയുന്നത് അതും വളരെ ഓർത്തിരിക്കുന്ന ചില അനുഭവങ്ങളാണ്, മറക്കാൻ പറ്റില്ലാത്ത. അപ്പം ശരിക്കും നമ്മുടെ വണ്ടിക്ക് ആദ്യം പോകുന്നു, അത് കഴിഞ്ഞ് വഞ്ചിയിലുള്ള യാത്രയുണ്ട്. വഞ്ചി യാത്രയ്ക്ക് ശേഷമാണ് ഈ കുതിരപ്പുറത്തുള്ള യാത്ര. ശരിക്കും ഒരു ഫുൾ ഡേ ആണ് ഒരു കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊരു മിഷൻ സെന്ററിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്ന ഒരു സമയം എടുക്കുന്നത്. അപ്പോൾ ശരിക്കും ആദ്യമായിട്ട് കുതിരപ്പുറത്തൊക്കെ കയറുമ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ പലപ്പോഴും ആദ്യം ഇതൊരു മൃഗത്തിന്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്, അതിനെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്കില്ല. പക്ഷെ ദൈവമേ, ഞാൻ പലപ്പോഴും ഓർത്തുണ്ട്, ഈശോ കഴുതയുടെ പുറത്താണ് ഓശാന ഞായറാഴ്ച സവാരി ചെയ്തത്. അപ്പൊ ഞാൻ കുതിരപ്പുറത്ത് ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, ഇതിന്റെ മുകളിലും എല്ലാ സർവ്വ സൃഷ്ടികളുടെ മേളിൽ അധികാരമുള്ള ഈ ദൈവത്തിന്റെ കരങ്ങള് ഈ മൃഗത്തെ നിയന്ത്രിക്കണമേ, മൃഗത്തിന്റെ കാലുകളെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട്. ആദ്യമൊക്കെ ഒത്തിരി പേടിയായിരുന്നു കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്യുന്ന സമയങ്ങളിൽ, എങ്ങനെ വീഴുമോ, അതൊക്കെ ഒത്തിരി ടെൻഷനായിരുന്ന സമയങ്ങളുണ്ട്. പക്ഷെ ദൈവം പലപ്പോഴും എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിച്ച്, ചിലപ്പോൾ വളരെ കുന്നായിട്ടുള്ള സ്ഥലങ്ങൾ തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് കുതിരയുടെ കാല് തെറ്റിപ്പോകുന്ന സമയങ്ങൾ, പലപ്പോഴും വീഴുമോ എന്ന് പേടിച്ച സമയങ്ങളുണ്ട്. ഒന്നെങ്കിൽ കുതിര വീഴും, അല്ലെങ്കിൽ കുതിരയുടെ പുറത്തുനിന്ന് ഞാൻ തെറിച്ചു പോകും എന്നുള്ള സമയങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സാഹചര്യങ്ങളിലെല്ലാം ദൈവം എന്നെ സംരക്ഷിച്ചു പല അനുഭവങ്ങളുണ്ട്. അങ്ങനെ വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു മിഷൻ ഏരിയയാണ് ഇക്വഡോർ എന്ന് പറയുന്നത്, വർക്ക് ചെയ്യുക എന്നുള്ളത്.
ആദ്യമായിട്ട് ഞാൻ കുതിരപ്പുറത്ത് കയറിയ ഒരു അനുഭവം ഷെയർ ചെയ്യട്ടെ. ശരിക്കും അന്ന് നന്നായിട്ട് നല്ല മഴയുള്ള സമയമായിരുന്നു. അതൊരു കയറ്റം കയറി നമ്മൾ പോവുകയാണ്. പ്രാർത്ഥിച്ചൊക്കെയാണ് കയറിയത്. അങ്ങനെ ആ കയറ്റം ഈ കുതിര നമ്മളെ സുരക്ഷിതമായിട്ട് പള്ളിയുടെ മുറ്റത്ത് കൊണ്ടേ എത്തിക്കും. കുർബാന കഴിഞ്ഞു തിരിച്ചു പോരുവാണ്. ആ തിരിച്ചുള്ള ഇറക്കത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പേടിക്കുന്നത് പോലെ. ശരിക്കും എന്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ CMI ഫാദറാണ്, ഫാദർ വിപിൻ. അച്ഛൻ ഇങ്ങനെ പലപ്പോഴും എന്നെ ഗൈഡ് ചെയ്തിരുന്നു, ഇങ്ങനെ സഹായിച്ചിരുന്നു. പിന്നെ ഇങ്ങനെ കുതിര വീണാലും നമ്മൾ വീഴരുത്, അതുപോലെ പിടിച്ചിരുന്നോണം എന്നൊക്കെ. ശരിക്കും ആദ്യമായിട്ടാണ് ഞാൻ കുതിരപ്പുറത്ത് കയറുന്നത് അന്ന്. അപ്പൊ തിരിച്ചിറങ്ങുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. കാരണം ഇറക്കമായതുകൊണ്ട് തന്നെ കുതിരയുടെ കാല് വഴുതി പോകാം, അതുപോലെ വീഴാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ സമയം എനിക്ക് ശരിക്കും അതങ്ങനെ കേട്ടിരുന്നതുകൊണ്ട് തന്നെ എനിക്കത് പേടിയുണ്ടായിരുന്നു, വീഴുമോ എന്നുള്ള. പക്ഷെ ആ പേടിക്കെല്ലാം അപ്പുറത്ത് ഞാൻ പ്രാർത്ഥനയിൽ ശരണപ്പെട്ടു ശരിക്കും. അപ്പൊ അത് ദൈവത്തിന്റെ സംരക്ഷണം എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം, എന്തോ ഒരു ധൈര്യം എനിക്ക് ആ സമയങ്ങളിൽ ലഭിക്കുന്നത് ഞാൻ അനുഭവിച്ചു. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം. സ്പാനിഷ് ഭാഷയിൽ ആ ജനത്തിന്റെ മുമ്പിൽ ക്ലാസ് എടുത്ത സമയം എനിക്ക് ഏറ്റവും സംസാരിച്ച സമയം എന്ന് പറയുന്നത് ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ചെന്ന് 3ാമത്തെ വർഷമാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മാമോദിസയെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുകയാണ്. ശരിക്കും ആ സമയത്ത് മാമോദിസയെ കുറിച്ച് പഠിച്ചു ഒരുങ്ങി അവരെ കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യിപ്പിച്ച് അവിടെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ദൈവം നമ്മളെ നയിക്കുന്ന ഗൈഡ് ചെയ്യുന്ന അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഭാഷ എന്ന് പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അവിടെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അപ്പൊ അങ്ങനെ ഞാൻ ശരിക്കും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്നെ സഹായിക്കാൻ അതുപോലെ വേറൊരാളും അവിടുത്തെ തന്നെ ഇക്കഡോറിലുള്ള ഒരു സ്ത്രീ, സാധാരണ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരാള്, അവരും സഹായിച്ചു. അപ്പോൾ അവരും ഇങ്ങനെ പറഞ്ഞു, ഇത്രയും ദൂരം നിന്ന് വന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുക, ഒരു മിഷണറി ആയിട്ട് അവരും വളരെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത് ജനത്തിന്റെ മുമ്പിൽ നമുക്ക് വേണ്ട പ്രശംസ തരികയും ശരിക്കും അതൊക്കെ നമ്മളെ കുറച്ചുകൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തിയിരുന്ന സമയങ്ങളാണ് അതൊക്കെ. ഫുഡിനോടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്റെ സഹോദരങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴും എനിക്ക് ഒത്തിരി സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നാറുണ്ട്. 11 സഹോദരങ്ങളാണ് എനിക്കുള്ളത്. ഒരു സഹോദരൻ മാത്രം മരിച്ചുപോയി. അവർ ചെയ്യുന്ന ശുശ്രൂഷകളെയും സർവീസുകളെയും ഒക്കെ ഞാൻ ശരിക്കും അഭിമാനത്തോടെ ഓർക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഞാനൊരു സിസ്റ്റർ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോഴും ഞാൻ എൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു സഹായത്തിനായിട്ട് ആരെങ്കിലും ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇടപെടുന്ന സമയത്ത് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ആവശ്യപ്പെട്ടാൽ അവർ നിരസിക്കാറില്ല. അതാണ് എനിക്ക് ഏറ്റവും എൻ്റെ ആങ്ങളമാര് അവര് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, പിന്നെ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ആങ്ങളെയും അതുപോലെ ജർമ്മനി ഒരാങ്ങളയുണ്ട്, അതുപോലെ UK വർക്ക് ചെയ്യുന്ന അനിയത്തി, എല്ലാവരും സഹോദരങ്ങൾ എല്ലാവരും, അതുപോലെ എൻ്റെ മൂത്ത ചേട്ടനെയൊക്കെ ഓർക്കുകയാണ്. കുഞ്ഞേട്ടായി എന്ന് ഞാൻ വിളിക്കുന്ന ജോസ് ചേട്ടന്, അവരൊക്കെ ആയിട്ടും നമ്മൾ ചോദിച്ചു. അതുപോലെ ഷിനോജ് എൻ്റെ ഇളയ സഹോദരൻ. അപ്പൊ നമ്മള് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെയും അവര് തമ്മിൽ അതുപോലെ പ്രാർത്ഥനയിലും അല്ല ഒരു അടിയുറച്ച ദൈവവിശ്വാസത്തിൽ ജീവിക്കാനുള്ള എൻ്റെ സഹോദരങ്ങളുടെ ശ്രമങ്ങളെ ഒക്കെ ഞാൻ ഓർക്കുകയാണ് ഏറ്റവും. അതുപോലെ സഹോദരിമാരെയും ഓർക്കുകയാണ്. അതുപോലെ എൻ്റെ സഹോദരങ്ങൾ എപ്പോഴും എനിക്ക് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ മധ്യസ്ഥരാകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ള അനുഭവം എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അവിടെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ നമ്മൾ സഹായിക്കുമായിരുന്നു. ഏറ്റവും കൂടുതലായി ഞാൻ ഓർക്കുന്ന ഒരു, അല്ലെങ്കിൽ എന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു മിഷൻ വർക്ക് എന്ന് പറയുന്നത്, അവിടെ രോഗികളായിട്ടും അതുപോലെ തളർന്നു കിടക്കുന്നവര് പലവിധ കാരണങ്ങളാൽ പള്ളിയിൽ വന്ന് കുർബാനയെ സംബന്ധിക്കാൻ സാധിക്കാത്തവർക്ക് നമ്മൾ വിശുദ്ധ കുർബാന കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അതായത് നമുക്ക് ഫോറിൻ കൺട്രീസിലേക്ക് വൈദികരുടെ അഭാവത്തിൽ യൂക്രിസ്റ്റിക് മിനിസ്റ്റേഴ്സ് ചെയ്യുന്ന കർമ്മം ഞങ്ങൾ അവിടെ ശുശ്രൂഷകൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങൾക്ക് അമ്മൂജിയിലേക്കായിട്ടുള്ള ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ചിലപ്പോൾ 2 മണിക്കൂർ യാത്രകളുള്ള സ്ഥലമുണ്ട്, 2-3 മണിക്കൂർ. ആ സമയങ്ങളൊക്കെയും ശരിക്കും ആ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഭൂപ്രദേശം എന്ന് പറയുന്നത് ശരിക്കും ചില സ്ഥലങ്ങളിൽ വളരെ കുന്നും താഴ്വരയും ഒക്കെ ആയിട്ടുള്ള, നമ്മൾ TV-യിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രദേശങ്ങൾ ശരിക്കും നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശം, ഒരു പ്രത്യേക ഭൂപ്രകൃതിയാണ് അവിടെ.
അപ്പോൾ അതുപോലെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് ചോളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് യാത്രകളിൽ കാണാൻ സാധിക്കും. ചോളം കൃഷി ചെയ്യുന്ന, അതുപോലെ ഓറഞ്ച് കൃഷി, അതുപോലെ കൊക്കോ കൃഷി, അതൊക്കെയാണ് അവിടുത്തെ ഒരു കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുർബാനയ്ക്ക് പോകുന്ന സമയങ്ങളെല്ലാം ശരിക്കും എന്ന് പറയുന്നത് തന്നെ ദൂരെ യാത്ര നല്ല യാത്രയുണ്ട്. യാത്രയിൽ അങ്ങനെ ഒരു മിഷൻ സെന്ററിൽ നിന്ന് അടുത്ത മിഷൻ സെന്ററിലേക്ക് ഡയറക്റ്റ് നമ്മൾ പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ട് ചിലപ്പോൾ 3-4 കുർബാനകൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ അവധിക്ക് ഇവിടെ ആയിരിക്കുമ്പോഴാണ് അവിടുത്തെ പുതിയ വികാരിയച്ഛനായിരുന്നു, ഇക്കഡോറുകാരൻ തന്നെയാണ്, ഫാദർ മിഖേൽ അങ്കൽ. അദ്ദേഹം എനിക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. സിസ്റ്ററിന് ആനിമേറ്ററായിട്ട് കാരിത്താസിന്റെ സോഷ്യൽ വർക്കിന്റെ ആനിമേറ്ററായിട്ട് പ്രവർത്തിക്കാമോ എന്ന് ചോദിച്ച്. അങ്ങനെ അത് ഞാൻ ഏറ്റെടുത്തു. അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ആദ്യം ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ ചെന്നതിന് ശേഷം കുറച്ച് വ്യക്തികളെ നമ്മളെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളവരെ ഇതിലേക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൂട്ടി അങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തു. തന്നെ ജീവിക്കുന്ന, അതായത് ഭർത്താവ് വേറെ സ്ഥലത്ത്, മക്കൾ വേറെ സ്ഥലത്ത്, അമ്മമാരൊക്കെ തന്നെ താമസിക്കുന്ന സ്ഥലങ്ങള്, അതുപോലെ പാവപ്പെട്ട വീടുകള് ഒക്കെ കണ്ടെത്തി നമ്മൾ വീടുകളില് ഭക്ഷണ കിറ്റുകൾ എത്തിക്കുക, അവരുടെ വീടുകളിൽ. അതുപോലെ വസ്ത്രം നമ്മുടെ ഇടവകയിൽ നിന്ന് തന്നെ, പിച്ചിന്റെ ഇടവകയിൽ നിന്ന് തന്നെ പലരും കൊണ്ടുത്തരും. അപ്പൊ അതിന് നല്ല നോക്കി സെലക്ട് ചെയ്ത് ഈ ഗ്രൂപ്പ് അംഗങ്ങളെ കൂട്ടി സെലക്ട് ചെയ്ത് വീടുകളിൽ എത്തിക്കുക. അതുപോലെ മെഡിസിൻ, അതൊക്കെ ഫാദർ മിഖേലാണ് അതിനൊക്കെ ഞങ്ങളെ ഒത്തിരി സഹായിച്ചത്. അങ്ങനെ ഈ ഗ്രൂപ്പ് അംഗങ്ങളെ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾ അങ്ങനെ വീടുകളിൽ പോയി ഈ ഇങ്ങനെ ഭക്ഷണ കിറ്റുകളും വസ്ത്രങ്ങളും എല്ലാം എത്തിച്ചിരുന്നു. ആ സമയങ്ങളിൽ എനിക്ക് ഏറ്റവും എന്നെ ടച്ച് ചെയ്ത ഒരു കാര്യം എന്നുള്ളത്, ശരിക്കും ഒരു അമ്മ തന്നെ താമസിക്കുകയാണ്. ഈ അമ്മച്ചി പറയണ 2 മക്കളുണ്ട്, പല സ്ഥലങ്ങളിൽ അവരുടെ കുടുംബവുമായി അവർ സെപ്പറേറ്റ് ആയി. ഈ അമ്മച്ചി തന്നെയാണ് താമസിക്കുന്നത്. അപ്പോ അവരുടെ നാത്തൂൻ അവരുടെ വീടിനടുത്ത് തന്നെയാണ്, പക്ഷെ അവർ സംസാരിച്ചിട്ട് മിണ്ടിയിട്ട് കുറെ നാളുകളായി. ശരിക്കും ശത്രുതയിലാണ്, വൈരാഗ്യത്തിലാണ് കഴിയുന്നത് അവർ രണ്ടുപേരും. അപ്പൊ ഞാനങ്ങനെ അവരോട് ചോദിച്ചു. എന്റെ കൂടെ അന്ന് അവിടുത്തെ സെമിനാരിയിലെ 2 ബ്രദേഴ്സ് വൈദികരാകാൻ പഠിക്കുന്ന 6-7 വർഷമായവര് ഞങ്ങളുടെ കൂടെ ഒരു എക്സ്പീരിയൻസിന് ആ രൂപതയിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വിട്ടിട്ടുണ്ട്. അവര് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ സമയത്ത് ഞാൻ ചോദിക്കുകയാണ് ഇവരോട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നാൽ ഈ നാത്തൂന്റെ അടുത്ത് പോയി നമുക്ക് സംസാരിക്കാം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരട്ടെ, നിങ്ങൾക്ക് തന്നെ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അക്കമ്പനി ചെയ്യാം, കൂടെ വരാം എന്ന് ഞാൻ പറയുക. ആ സമയത്ത് സ്ത്രീ പറഞ്ഞു, ശരി സിസ്റ്റർ, സന്തോഷം. അങ്ങനെ ഞങ്ങൾ ആ സ്ത്രീയെ കൂട്ടി ഈ നാത്തൂൻ എന്റെ അടുത്തേക്ക് പോവുകയാണ്, വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഞങ്ങള് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സന്തോഷപ്രദവും അല്ലെങ്കിൽ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു എന്ന് പറയാം. അതായത് ഈ 2 പേരും തമ്മിൽ, ഈ നാത്തൂനും തമ്മിൽ കെട്ടിപ്പിടിച്ച ആലിംഗനം ചെയ്ത് അവരുടെ ആ വേദനയും വൈരാഗ്യവും വിഷമവും എല്ലാം അവിടെ അലിഞ്ഞില്ലാതാകുന്ന ഒന്ന് ഞങ്ങൾ അവിടെ കണ്ടു. എന്റെ ചാച്ചൻ അമ്മ 2009 മരിച്ചതാണ്. ആ സമയം അതിനുശേഷമുള്ള അമ്മ ഇല്ലാത്ത ഒരു സമയം എന്ന് പറയുന്നത്, ഞാൻ ശരിക്കും പരിശുദ്ധ അമ്മയ്ക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി മുതൽ അമ്മയാണ് എന്റെ അമ്മ. ഇക്കഡോറിലും ഞാൻ എന്റെ അമ്മയുടെ ഒരു ചെറിയ ഫോട്ടോ ഉണ്ട്. അപ്പൊ മാതാവിന്റെ രൂപത്തിന്റെ താഴെ തന്നെ എന്റെ അമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് ഈ 2 അമ്മമാരും എന്റെ റൂമില്, ശരിക്കും ഞാൻ അതങ്ങനെ എപ്പോഴും ഓർക്കുന്ന ഒരു ഇതാണ്. എന്റെ ഭൂമിയിലെ അമ്മയും സ്വർഗത്തിലെ അമ്മയും. അതുപോലെ എന്റെ ചാച്ചൻ, എനിക്ക് എപ്പോഴും ചാച്ചനെ ഒത്തിരി ബഹുമാനത്തോടെ സ്നേഹത്തോടെയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ചാച്ചനെ മറ്റുള്ളവരുടെ മുമ്പിലും എന്റെ മനസ്സിലും ഓർക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് പറയാൻ വാക്കുകളില്ല. ചാച്ചനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇക്കഡോറിലായിരിക്കുമ്പോഴാണ്, ഈ അവധിക്ക് ഞാൻ വരാനിരിക്കുമ്പോഴാണ് ചാച്ചൻ സെപ്റ്റംബർ 15 പെട്ടെന്ന് 3 ദിവസങ്ങൾക്കുള്ളിൽ ആരോഗ്യമായി നടന്നിരുന്നതാണ് ചാച്ചൻ പെട്ടെന്ന് മരിക്കുന്നത്. ICUവിലാകുന്നു, വെന്റിലേറ്ററിലാകുന്നു ചാച്ചൻ പെട്ടെന്ന് മരിക്കുന്നത്. ശരിക്കും എനിക്കതൊരു വലിയ ഷോക്കായിരുന്നു. കാരണം 2 വർഷത്തിന് മുമ്പാണ് ഞാൻ ചാച്ചനെ കണ്ടത്. ചാച്ചനെ ഇനി ഞാൻ വരുമ്പോൾ എനിക്ക് ചാച്ചനെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ശരിക്കും എനിക്ക് ഒത്തിരി എന്നെ വേദനിപ്പിച്ചു. ഞാനത് സുവിശേഷത്തിന് വേണ്ടി കൊടുക്കേണ്ടി വന്ന വിലയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നല്ല ദൂരമുണ്ട് ഇവിടുന്ന് ഇക്കഡോറിലേക്ക് എന്ന് പറയുന്നത്. 3 ഫ്ലൈറ്റ് ഒക്കെ കയറി പോകേണ്ട സമയങ്ങളുണ്ട്. 12 മണിക്കൂറോളം ഒക്കെ ഒരു ഫ്ലൈറ്റിൽ യാത്ര വരുന്നുണ്ട്. അവധിക്ക് വന്ന് ഞാൻ തിരിച്ചു പോകുന്ന ഒരു സമയത്ത് എനിക്കുണ്ടായ ഒരു പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ സംരക്ഷണം ഞാൻ അനുഭവിച്ചത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ. എനിക്ക് തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഇക്കഡോറിലേക്ക് 24 മണിക്കൂർ
വെയിറ്റിംഗ് നമുക്ക് ആംസ്റ്റർഡാമിലുണ്ടായിരുന്നു. ആംസ്റ്റർഡാമിൽ നിന്ന് 24 മണിക്കൂർ വെയിറ്റിംഗിൽ ഞാൻ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഒന്നാമത് നമുക്കറിയാത്ത ഭാഷ സംസാരിക്കുന്നവര് ഡച്ച് ഭാഷ സംസാരിക്കുന്നവരാണ്. ശരിക്കും നമുക്ക് യാത്രയുടെ ക്ഷീണമുണ്ട്. അപ്പം ഒരു റെസ്റ്റ് ഒക്കെ കിട്ടിയാൽ നല്ലതാണെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഇരുന്ന് ശരിക്കും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുറച്ചൊക്കെ നടന്നു നോക്കി ആരോട് ഒന്ന് ശ്രമിച്ചാലാണ്, എനിക്ക് ആരോട് സംസാരിച്ചാലാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു, അല്ലെ വാടകയ്ക്ക് റൂം എടുക്കാനോ അങ്ങനെ എയർപോർട്ടിലുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. അങ്ങനെ 2 ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ശരിക്കും അതെനിക്കൊരു അത്ഭുതമെന്ന് പറയുന്ന പോലെ ഒരു സ്ത്രീ എന്റെ അടുത്ത് നിന്ന് വന്നു. അവര് ഒരു ID കാർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവര് എയർപോർട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു അവിടുത്തെ സർവീസ് ചെയ്യുന്ന ഒരു ജോലിക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അവരെന്നെയും ശ്രദ്ധിച്ചു, ഞാൻ അവരെയും ശ്രദ്ധിച്ചു. അവർ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 24 മണിക്കൂർ എനിക്കിവിടെ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അവരെന്നോട് സംസാരിച്ചു, നമുക്കിവിടെ അന്വേഷിക്കാം. അങ്ങനെ ആ സ്ത്രീ എന്റെ കൂടെ വന്ന് ഞങ്ങള് ഒരുമിച്ച് പോയി ഹോട്ടൽ ഏറ്റവും കുറഞ്ഞ റേറ്റിന് അന്വേഷിച്ചു. അവരെനിക്ക് വേണ്ടി സംസാരിച്ചു. ഞാൻ കംഫർട്ടാണ് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ആ സ്ത്രീ പോവുക. അത് കഴിഞ്ഞ് തിരിച്ച് പിറ്റേ ദിവസം രാവിലെ ആ സ്ത്രീ വന്ന് എന്റെ റൂമിൽ വന്ന് മുട്ടിയിട്ട് പോകാനുള്ള സൗകര്യം വീണ്ടും അവർ എനിക്ക് അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മേടിച്ചു തന്നിട്ട് അവരെന്നെ ഫ്ലൈറ്റിൽ കയറ്റാൻ കൊണ്ടുകയാണ്. നമുക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളവർക്കറിയാം, നമ്മൾ ക്യൂവിൽ നിന്ന് ബോർഡിംഗ് പാസ് എടുത്തതിനൊക്കെ ശേഷമാണ് നമ്മൾ പോവുക. പക്ഷെ ഈ സ്ത്രീ എന്നെ അവിടെ നിൽക്കാൻ അനുവദിക്കാതെ എന്റെ കൂടെ പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ പുറകെ അങ്ങ് പോയി. ചെന്ന് കയറിയത് ഫ്ലൈറ്റിലേക്കായിരുന്നു. എനിക്കും തന്നെ അത്ഭുതമായിരുന്നു. കാരണം ദൈവം എന്നെ അവിടെ ക്യൂവിൽ പോലും നിർത്താൻ അനുവദിക്കാതെ ഞാൻ ഒറ്റയ്ക്കായിട്ട് ആദ്യമായിട്ടുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോ ശരിക്കും ദൈവത്തിന്റെ ഒരു സംരക്ഷണം വഴിയിൽ മുഴുവൻ എനിക്ക് പലപ്പോഴും യാത്രകളിൽ ലഭിക്കുന്ന ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മിഷൻ അവിടെ തുടങ്ങാൻ ഇങ്ങനെ ഒരു ആലോചന വരാൻ ഇടയായത് ഞങ്ങളുടെ ജനറേഷന്റെ കീഴിൽ നിന്ന് ആഗോള ഇവാഞ്ചലൈസേഷൻ എന്നുള്ള ഉദ്ദേശത്തിൽ, ആഗോള സുവിശേഷവൽക്കരണം എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ ബ്രസീൽ, പെറു, ഇക്വഡോർ ഈ 3 രാജ്യങ്ങളിലായിട്ട് ഒരുമിച്ച് നമ്മൾ മിഷൻ തുടങ്ങുന്നത്. അത് അപ്പോൾ ജനറേറ്ററിന്റെ കീഴിലായതുകൊണ്ട് തന്നെ എല്ലാ പ്രോവിൻസിൽ നിന്നും ഓരോ സിസ്റ്റേഴ്സ് ആണ് അവിടെ, മിക്ക പ്രോവിൻസിൽ നിന്നും നമ്മുടെ സിസ്റ്റേഴ്സ് ആണ് ഓരോരുത്തർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ മാനന്തവാടി പ്രോവിൻസിൽ നിന്ന് ഞാൻ ഒരാളാണ്. അതുപോലെ തലശ്ശേരി, താമരശ്ശേരി, ഇടുക്കി, കാഞ്ഞിരപ്പള്ളി, അതുപോലെ മിഷൻ, സത്തന, ഒറീസ ഇവിടങ്ങളിലൊക്കെയുള്ള പ്രോവിൻസിൽ നിന്നുള്ള സിസ്റ്റേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇക്വഡോറിൽ നമുക്കുള്ളത് 4 കമ്മ്യൂണിറ്റികളാണ്, 4 ഭവനങ്ങൾ നമുക്കുണ്ട്. അതില് 4 ഭവനങ്ങളിലായിട്ട് ഞങ്ങൾ 9 സിസ്റ്റേഴ്സ് ആണുള്ളത്. ഇപ്പൊ ഞാൻ ആയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഒരു മഠത്തിൽ 4 വർഷമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആയിരിക്കുന്ന വേറൊരു സ്ഥലത്താണ്. പാച്ച എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഇടവകയാണത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് സ്വർണ്ണ ഖനനം ചെയ്യുന്ന സ്ഥലമാണ്, സ്വർണ്ണ ഖനികളുള്ള സ്ഥലമാണ്. അപ്പോൾ ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഏരിയ ആണ് അവിടെ. കാലാവസ്ഥ എന്നൊക്കെ പറയുന്നത് നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്. എന്റെ പ്രോവിൻസിന് പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് എന്നെ ഇവിടെ നിന്ന് വിടുന്നത് ആദ്യം എന്നോട് ചോദിക്കുന്ന മദർ അന്മേരിയാണ്. അവര് കൗൺസിൽ കൂടി തീരുമാനിച്ച് എന്നോട് എങ്ങനെ പോകാമോ എന്ന് ചോദിക്കുകയായിരുന്നു. ഇപ്പോഴായിരിക്കുന്ന പൗളിൻ മുഖാലയിൽ ഞങ്ങളുടെ പ്രൊഫഷണൽ സുപ്പീരിയർ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ കൗൺസിലേഴ്സ് ഓരോരുത്തരെയും മാനന്തവാടി പ്രോവിൻസിനെ ഓർക്കാറുണ്ട്. അതുപോലെ അവിടെ വിദൂരങ്ങളിലാണെങ്കിലും ഈ ആരാധനാ സഭ കുടുംബം എന്നുള്ളത് അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വികസിച്ച് കിടക്കുന്നതാണ്. പല ഭാഗങ്ങളിലുള്ള ആരാധനാ സന്യാസിനി സമൂഹത്തെ അംഗങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനയിൽ, ജപമാലയിൽ കടന്നു പോകാറുണ്ട്. ഞങ്ങളുടെ ജനറാളമ്മ റോസ്ലി ഒഴികയിൽ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർക്കുന്നു. അതേപോലെ മിഷൻ കൗൺസിലർ ഇപ്പോഴായിരിക്കുന്ന എന്റെ സ്ഥലത്തെ സിസ്റ്റർ സുപ്പീരിയർ സിസ്റ്റർ ആഞ്ചല തലശ്ശേരി പ്രോവിൻസ് അംഗമാണ്. റോസ് തെരേസമ്മയെ ഓർക്കുന്നു. അങ്ങനെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ എൽസ പൈകിട അമ്മയെ കൗൺസിലർ സിസ്റ്ററാണ്. ഞങ്ങളെ പ്രത്യേകമായിട്ട് ഈ സമയം ഞാൻ ഓർക്കുകയാണ്. ഞാനിപ്പോൾ നാട്ടിലാണ് ആയിരിക്കുന്നത്. തിരിച്ച് ഞാൻ എൻ്റെ മിഷൻ സ്ഥലത്തേക്ക് വീണ്ടും പോകാനുള്ള അടുത്ത ഒരുക്കത്തിലാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കുക.